ഹായ് കൂട്ടുകാരെ, പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഇത് കുന്നം ദേവീക്ഷേത്രം തിരുവാതിര മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്രമൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം. അവിടെ നമുക്ക് ചില വഴിപാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യണം. ഹൈന്ദവരായിട്ടുള്ളവർക്കെല്ലാം തന്നെ അറിയാം വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. വഴിപാടെന്ന് പറഞ്ഞാൽ ക്ഷേത്രസന്നിധിയിൽ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഉപഹാരത്തിനാണ് നമ്മൾ വഴിപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിപാടെന്ന് പറയുന്നത് പറയടിയിലും അതുപോലെ തന്നെ അൻപുലിയുമാണ്. അപ്പോൾ വഴിപാടുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി തൊഴുതിട്ടൊക്കെ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്കൊന്നും പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നള്ളത്ത് കാണാനായിട്ട് പോയി. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെന്നൊക്കെ പറയുന്നത് ഞാൻ വോയിസ് ഇട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വോയിസ് ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കുറേ നേരം ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗം എത്തിയപ്പോഴും എനിക്ക് വോയിസ് ഇടണമെന്ന് തോന്നി. കാരണം ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എല്ലാ വർഷവും ഉത്സവത്തിന് കാണുന്നതല്ല. ഈ ഒരു ഐറ്റം പുതിയതാണ്. ഈ വർഷമാണ് ആദ്യമായിട്ട് ഞാൻ കണ്ടത്. അത് കുറേ പുക പോലെ ഇങ്ങനെ പോകുന്ന സംഭവം. അത് കുറേ വർണ്ണക്കടലാസുകളാണ്. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പല നിറങ്ങളിലുള്ള വർണ്ണക്കടലാസുകളാണ്. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. എന്തോ ഒരു പുക പോകുന്ന പോലോ എന്തോ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സംഭവം തന്നെയാണത്. അങ്ങനെ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞു. കാരണം എഴുന്നള്ളത്തൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അത് നമുക്കങ്ങനെ ഫുൾ വീഡിയോ ഒന്നും പിടിച്ച് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ലെങ്ത് ആയിപ്പോവും വീഡിയോയ്ക്ക്. അതുകൊണ്ട് ഞാൻ ചുരുക്കി. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനമേളയും ബാലയും ഒക്കെ ഉണ്ട്. അന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. അതുവരെയൊക്കെ ഞങ്ങളിവിടെ ചുറ്റിപ്പറ്റി നിന്നു. അമ്പലം ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഒരുപാട് കടകളിലൊക്കെ കയറി നിരങ്ങി കുറേ സാധനമൊക്കെ മേടിച്ച് അല്ലേ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ തീരുകയാണ്. പുതിയ നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായി വരാം.